الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കും എന്ന്. ശാസ്ത്രവും ശരിവെക്കുകയാണ്, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ സർട്ടിഫിക്കറ്റ് ഖുർആൻ ആവശ്യമില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ ചിന്തിക്കുന്നു, അത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെതാണ് ഖുർആൻ, പ്രപഞ്ചനാഥൻ്റെതാണ്. അതിന് മാറ്റമുണ്ടാവില്ല അന്ത്യനാൾ വരെയും. എന്നാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കും അവന്റെ പ്രഖ്യാപനങ്ങൾക്കും മാറ്റമുണ്ടാവാം. വളരെ പുരോഗതിയിലാണ് നാം മുമ്പ് സഞ്ചരിച്ച റോഡുകളല്ല ഇപ്പോഴുള്ളത്, വാഹനങ്ങളല്ല, ധരിച്ച വസ്ത്രങ്ങളല്ല, കഴിക്കുന്ന ഭക്ഷണങ്ങളല്ല. നാം കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ദിനം പ്രതി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റുന്നവൻ അല്ലാഹുവാണ്. മനുഷ്യൻ വെറുതെ വാചകമടിക്കും, ഞങ്ങൾ അതുണ്ടാക്കി ഇതുണ്ടാക്കി. എന്നാൽ നിന്റെ ഉണ്ടാക്കിയതാര്? നിന്റെ ബ്രെയിനിൽ ഈ ചിന്തകൾ തരുന്നവൻ ആര്? ഇതെല്ലാം കണ്ടുപിടിക്കുന്ന പ്രവർത്തിക്കുന്ന മനുഷ്യ, നിനക്ക് ബുദ്ധി നൽകിയവൻ, അതിനുള്ള അറിവ് നൽകിയവൻ ആര്?
അതിനുള്ള റോ മെറ്റീരിയൽ നീ എവിടെ നിന്നെടുത്തു? നീ എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരെണ്ണം നീ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ ഉള്ളതെടുത്ത് ഉണ്ടാക്കുകയല്ലാതെ നിനക്കുണ്ടാക്കാൻ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള സമയത്ത് ഈ ഭൂമിയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നവനാര്? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ളതെല്ലാം സംവിധാനിച്ചവൻ എന്ന്. അപ്പോൾ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുരോഗമനത്തോടൊപ്പം വലിയ അധപതനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ സംസ്കാരവും മനുഷ്യ സ്വഭാവവും ബന്ധങ്ങളും ജീവിതവും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. പുരോഗമനം എന്ന് പറഞ്ഞാൽ അത് അരാജകത്വമല്ല, അത് ജീർണതയിലേക്കുള്ള കുതിച്ചുചാട്ടമാകരുത്. ജീവിതം എന്നത് രസിക്കാനും ആനന്ദിക്കാനും മാത്രമുള്ളതാണെന്നും അതിന് തടസ്സം നിൽക്കുന്നതെല്ലാം നിഷ്കരണം, വലിച്ചെറിയണം എന്നുമുള്ള ആഹ്വാനങ്ങൾ ഇന്ന് കൗമാരത്തിൽ വിഹരിക്കുന്ന, യൗവനത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥി യുവജനങ്ങളോട് അവരുടെ കലാലയങ്ങളിലും അതുപോലെ സാമൂഹിക അന്തരീക്ഷങ്ങളിലും മീഡിയകളിലും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന് ആനന്ദമാണ്, മാക്സിമം എൻജോയ് ചെയ്യണം ജീവിതം, അതിന് തടസ്സമുള്ളതൊന്നും നാം സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു ചിന്ത യുവസമൂഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ കണ്ടിരുന്ന പല നന്മകളും ഇന്നില്ല, എന്നാൽ പല തിന്മകളും വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തിൽ, അല്ലാഹുവിന്റെ ദീനിൽ കൃത്യമായ ഒരു ജീവിത ലക്ഷ്യമുണ്ട്. അല്ലാഹു പറയുന്നു, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الذي خلق الموت والحياة, അവനാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നല്ല ഒരു ജീവിതം, തനിക്കും ഈ സമൂഹത്തിനും ഉപകരിക്കുന്ന, തന്റെ ശേഷവും തന്റെ ഓർമ്മകളും തന്റെ ചിന്തകളും ബാക്കിയാവുന്ന, തന്റെ നന്മകൾ ബാക്കിയാവുന്ന നല്ല ഒരു ജീവിതം. അതാണ് മനുഷ്യ ജീവിതത്തിൽ ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു നന്മയുണ്ടാക്കണമെങ്കിൽ അത് നമ്മുടെ മരണം വരെയും നമ്മുടെ മരണത്തിന് ശേഷവും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ അധ്വാനവും പരിശ്രമവും പോരാ. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ അതിനുള്ള പരിശ്രമമായിരിക്കണം. ജീവിതം വെറുതെ രസിക്കാനും ആനന്ദിക്കാനും ഉള്ളതല്ല, അത് അർത്ഥസമ്പൂർണമാവണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അച്ചടക്കവും ധാർമ്മികതയും ഉള്ളതാകണം ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നതാണ് മതവും അത് മുന്നോട്ട് വെക്കുന്ന ജീവിത വ്യവസ്ഥയും കുടുംബ സംവിധാനവും എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഇന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിർവരമ്പുകൾ മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണ്. ലഹരി ഉപയോഗിക്കുന്ന, ലൈംഗിക അരാജകത്വമുള്ള, അധാർമികതയുള്ള ഒരു സമൂഹവും ഈ ലോകത്ത് വിജയിച്ചിട്ടില്ല. ഒരു സമൂഹത്തിനും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണ മദ്യപാനിയായ ഒരു മനുഷ്യന്റെ കുടുംബത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കതിന്റെ ചിത്രം നമ്മുടെ നാടുകളിൽ തന്നെ കാണാൻ കഴിയും. അല്ലെങ്കിൽ അധാർമികമായി നടക്കുന്ന മനുഷ്യന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം. ഓ നബിയേ, ഓ മുസ്ലിമേ, ലോകമേ, നിങ്ങൾക്കറിവില്ലാത്ത, നിങ്ങൾക്ക് നന്മയില്ലാത്ത ഒന്നിന്റെയും പിന്നെ നിങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുതേ.
കാരണം തീർച്ചയായും നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയവും അഥവാ നിന്റെ ചിന്തയും തീർച്ചയായും അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. റബ്ബ് തആല പറയുകയാണ്, ഓ മുസ്ലിമേ, വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമ, ഓ മനുഷ്യ, വലാ തഖഫ് ലക മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് അറിവില്ലാത്ത, നന്മയില്ലാത്ത, പടച്ചവൻ പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു തിന്മയുടെയും പിന്നാലെ നീ പോകരുത്. കാരണം നീ വെറുതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. നിനക്ക് കൃത്യമായ ലക്ഷ്യം അല്ലാഹു നിർണയിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കൃത്യമായ ഒരു വ്യവസ്ഥ അല്ലാഹു നിർണയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ചിന്തയുമെല്ലാം അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ സമീപനം ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതുമെല്ലാം നന്മയാവണം, അതിനെക്കുറിച്ചെല്ലാം വിചാരണയുണ്ടാവും എന്ന ഒരു ചിന്തയാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. അപ്പോൾ അവന് ഒരു സെൽഫ് കൗൺസിലിംഗ് കിട്ടുകയാണ്. ആരുടെയും ഇടപെടലില്ലാതെ തന്നെ ഒരു വിശുദ്ധി, ഒരു സൂക്ഷ്മത അവന് ലഭിക്കും. അതാണ് ഇസ്ലാം പറയുന്ന ഒരു വ്യക്തിത്വം, ഒരു ജീവിത വീക്ഷണം. മാത്രമല്ല, നീ എത്ര വളർന്നാലും, നീ എന്തെല്ലാം സമ്പാദിച്ചാലും, നീ എത്ര പുരോഗമിച്ചാലും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഭൂമിയിൽ അഹങ്കാരം കാണിക്കരുത്. അഹങ്കാരത്തോടെ നീ നടക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നടക്കുക എന്നത് നിന്റെ ജീവിതത്തിന്റെ സമീപനങ്ങള്, പ്രവർത്തനങ്ങള്, അതിലൊന്നും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഒരിക്കലും നിനക്ക് ഭൂമിയെ അങ്ങ് ചവിട്ടി പിളർത്താൻ കഴിയില്ല. ഭൂമിയെ അങ്ങ് ചവിട്ടി നിനക്ക് താഴ്ത്തിക്കളയാൻ കഴിയില്ല. അങ്ങ് കാണുന്ന ആ ഉയർന്ന മലയുണ്ടല്ലോ, അതിന്റെ അത്ര നിനക്ക് ഉയരാനും കഴിയില്ല. ഭൂമിയെ ചവിട്ടി താഴ്ത്തിക്കളയാനോ അല്ലെങ്കിൽ ആ മലയെ പോലെ വലുതാവാനോ നിനക്ക് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നിന്റെ എല്ലാ കഴിവുകളും റബ്ബ് തന്നതാ. ആ വിനയത്തോടുകൂടി, ആ സംസ്കാരത്തോടുകൂടി, താഴ്മയോടുകൂടിയാണ് നീ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മതം നമ്മളോട് പഠിപ്പിക്കുകയാണ്. അല്ലെ? അത് പറയുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സംഗതിയുണ്ട്. മക്കൾക്കൊക്കെ 4-5 ലക്ഷം രൂപ ചെലവാക്കി ആളുകൾക്ക് അറ്റാക്ക് ഉണ്ടാക്കുന്ന, ഭയപ്പെടുത്തുന്ന ബൈക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ ഈ ഖുർആന്റെ നിഷേധമാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലെ? ചില റോഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അറ്റാക്കുള്ളവർക്ക് അപ്പം മരിച്ചു. ആ ജാതി സൗണ്ടുള്ള ബൈക്കുകൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് വഴിയിൽ പോകുന്ന സകല ആളുകൾ തലയിൽ കൈവെക്കുന്നു, എന്തിരിക്കുന്നു, ശപിക്കുന്നു, വഴക്ക് പറയുന്നു. എന്തെല്ലാം വാക്കുകൾ ആളുകൾ പറയുന്ന അവരെ, ആ കുട്ടികളെ നോക്കിയിട്ട് അതിന് വലിയ ആരാണത് ഉത്തരവാദി? അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് യുവാക്കളെ, ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഭൂമി നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഭൂമി നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇവിടുത്തെ രോഗികൾക്കും, ഹൃദയരോഗികൾക്കും, ശ്രവണ പ്രയാസമുള്ളവർക്കും, ഗർഭിണികൾക്കും, കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളതായി ഭൂമി. അതുകൊണ്ട് ആരുടെയും സ്വസ്ഥതയില്ലാതാക്കുന്ന, ആരെയും പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ, വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരത്തോടെ നടക്കരുത് പറഞ്ഞാൽ അത് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും അന്യരെ പ്രയാസപ്പെടുന്ന അഹങ്കാരത്തിന്റെ യാത്ര നിങ്ങൾ ചെയ്യരുത്, ജീവിതം ജീവിക്കരുത്. അത് അല്ലാഹുവിന്റെ ചോദ്യമുണ്ടാവും. മാത്രമല്ല, അത് സൂക്ഷ്മതയോടെ നയിക്കണം. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആസ്വാദനമായി എല്ലാം അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട്, ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട്, ഒരു മര്യാദയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാം. നീചവൃത്തികളെ കൊണ്ട് നിങ്ങൾ അടുക്കാൻ പാടില്ല. നീചമായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അത് ആരും കാണാത്ത, ആർക്കും മനസ്സിലാകാത്ത രഹസ്യമായ കാര്യങ്ങൾ, അത് ഇന്റർനെറ്റിലൂടെയാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റെന്ത് മാർഗത്തിലൂടെയാണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരു
ഒരു നീച്ച വൃത്തിയിലും നിങ്ങൾ എടുക്കാൻ പാടില്ല. അത് പ്രത്യക്ഷമായിട്ട് കാണുന്ന സംഗതിയാണെങ്കിലും ശരി, പ്രത്യക്ഷമായിട്ടാണെങ്കിലും പരോക്ഷമായിട്ടുള്ളതാണെങ്കിലും ശരി, അല്ലെ? ഇപ്പൊ കുടിച്ചാൽ മണം വരാത്ത, മനസ്സിലാകാത്ത മദ്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ ആ ലഹരി ഉപയോഗിക്കലും എന്താണ്? തെറ്റ് തന്നെയാണ്. അങ്ങനെ തിന്മകൾ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമുണ്ട്. അതിലേതിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി നിങ്ങൾ ആളുകളെ കൊല്ലുന്ന കൊട്ടേഷൻ സംഘമാവാൻ പാടില്ല. നിങ്ങളുടെ വികാരത്തിന്റെ, കോപത്തിന്റെ, വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലാഹു വിശുദ്ധമാക്കിയ അല്ലാഹു ഓരോ ആത്മാവിനെയും മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും നിങ്ങൾ കൊന്നുകളയാൻ പാടില്ല. ഇല്ലാ ബിൽ ഹഖ്, സത്യത്തിന് വേണ്ടിയിട്ടല്ലാതെ. എന്ന് വെച്ചാൽ സമൂഹത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ നാശമാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. അതും ചെയ്യേണ്ടത് ഭരണകൂടമാണ്. അതുകൊണ്ട് നിങ്ങൾ ആളുകളെ കൊല്ലാൻ പാടില്ല. അപ്പൊ അല്ലാഹു നെരുകണം. ഇതെല്ലാമാണ് ജീവിതത്തിന്റെ ആ സന്ദേശങ്ങൾ അല്ലാഹു മനസ്സിലാകുന്ന രൂപത്തിൽ, അല്ലെ? ഇന്ന് വ്യഭിചാരം എന്നത് സാർവത്രികമായിരിക്കുകയാണ്. വ്യഭിചാരം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, മനസ്സിന് വ്യഭിചാരമുണ്ട്, അവയവങ്ങൾക്കെല്ലാം വ്യഭിചാരമുണ്ട്. അവസാനമാണ് ആ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെല്ലാം ചോദ്യവും ഉണ്ടാവും. അശ്ലീലമായത് കാണുകയും കേൾക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഈ അവയവങ്ങളെ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അവർക്കെല്ലാം ശിക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് അടുത്തു പോകരുത് എന്നാണ് പറയുന്നത്. അത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, അടുത്തു പോകരുത് എന്ന് വെച്ചാൽ അതിനുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നതാ. അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അതിനെക്കുറിച്ച്, അതേപോലെ തന്നെ മനുഷ്യജീവന്റെ വിലയെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തിന്മകളില്ലാത്ത ജീവിതമാണ് ഇസ്ലാം ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത്. വിവാഹവും അതുവഴിയുള്ള കുടുംബവും ആസ്വാദനങ്ങൾക്ക് വിഘാതമാണെന്നും അതിന് പകരമുള്ള ലിവിംഗ് ടുഗദറിലൂടെയും കൊഹാബിറ്റേഷനിലൂടെയും എല്ലാമാണ് അതിരുകളില്ലാത്ത ആസ്വാദനം ലഭിക്കുക എന്നും ഈ സമൂഹത്തിനെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ ഇതെല്ലാം ലോകത്തിന്റെ നാശത്തിന്റെ ഹേതുവാണ്, നാശത്തിന്റെ കാരണങ്ങളാണ്. ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിനെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വിവാഹത്തെയും കുടുംബത്തെയും പ്രോത്സാഹിപ്പിക്കുകയും അവിഹിതമായ ബന്ധത്തെ ഇസ്ലാം അവിടെ നിരോധിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ വ്യഭിചാരത്തെ കൊണ്ട് അടുക്കരുത്, തീർച്ചയായും അത് നീചവൃത്തിയാണ്, ഏറ്റവും മോശമായ ഒരു വഴിയുമാണത്. അതുകൊണ്ട് അത്തരം രീതിയിലേക്ക് പോകരുത് എന്ന്, അല്ലെ? ആളുകള് വിവരമില്ലാത്തവരല്ല, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വരെ ഇന്ന് പറയുകയാണ്, എന്തേ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തത്? അവൾക്ക് താല്പര്യമില്ല. അതെന്താ താല്പര്യമില്ലാത്തത്? നിങ്ങളെങ്ങനെ വിടാൻ പാടുണ്ടോ? നിങ്ങളെ മക്കളല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നിലനിൽക്കണ്ടേ? അപ്പോൾ ആ പിതാവ് പറയണം, അതിന് കല്യാണം കഴിക്കണമെന്നില്ലല്ലോ. എവിടെത്തി നിൽക്കുന്നു? ഒരു മുസ്ലിം നാമധാരിയുടെ വായിലെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് ആ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാതെ എന്റെ പരമ്പര നിലനിൽക്കാൻ കല്യാണം കഴിക്കണമെന്നില്ലല്ലോ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എവിടെ എത്തി? എത്ര താഴ്ചയിലേക്ക്, ചളിക്കുണ്ടിലേക്ക് വീണിരിക്കുന്നു? എന്തേ ഈ സമൂഹത്തിന് ഇങ്ങനെ സംഭവിക്കാം? സിട്ടാവായ നാഥന്റെ ആ ഹിദായത്തിന്റെ മാർഗം കൈവിട്ടത് കൊണ്ടാ. അങ്ങനെ ആ നിലപാടുകൾ സ്വീകരിച്ച രാജ്യങ്ങളെല്ലാം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളും പറവകളും മൃഗങ്ങളും വിവാഹം കഴിക്കുന്നുണ്ട് എന്ന് ചോദിച്ചവരെല്ലാം ഇന്ന് കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് എത്രയും പൈസ ചെലവഴിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരെല്ലാം ചവച്ചു തുപ്പിയ ആ ജീർണതകള്
ഇന്ന് വാരിയെടുക്കുന്നവരായി മുസ്ലിം സമൂഹത്തിന് മെമ്പർമാര് മാറുന്നു എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പള്ളികളിൽ പോകുന്ന ഖുതുബ കേൾക്കുന്നു, ഖുർആൻ പഠിക്കുന്നതൊക്കെ വെറുതെ ഒരു ചടങ്ങല്ല, ആരാധനയല്ല. ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. നിങ്ങൾ നിഷ്പക്ഷമായി ഖുർആനിന്റെ വഴിയും അതല്ലാത്ത വഴികളും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ഈമാനും തഖ്വയും ഉണ്ടാക്കാൻ, അവരുടെ വിശ്വാസം എന്താണ് എന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് നോണ്ടിയെടുത്ത് അത് ശുദ്ധീകരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ദൂരം അധികം അകലെയല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, യുവാക്കളോട് വിവാഹം കഴിക്കാൻ. വിവാഹ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളുടെ സമൂഹമേ, യുവാക്കളെ, മൻ ഇസ്തതാഅൽ ബാഅത ഫല്യതസവ്വജ, നിങ്ങളിൽ കഴിയുന്ന ആരോഗ്യമുള്ള ഒരു പെണ്ണിനെ പുലർത്താൻ കഴിയുന്നവൻ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം, അല്ലെ? കല്യാണം കഴിക്കണം. ഒരു 21 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ അവിടെ ഒരു 50 വയസ്സാകുമ്പോഴേക്കും അവന്റെ മകൻ അല്ലെങ്കിൽ അവന്റെ മകള് അവനോടൊപ്പം ജോലി ചെയ്യാൻ, അവനെ സഹായിക്കാനാവും. അവന്റെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികളെ വളർത്താൻ അവന് കഴിയും. എന്നാൽ 30-35 വയസ്സായി വിവാഹം കഴിച്ചാൽ ഇവന്റെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോ ആ കുട്ടികളുടെ പഠനവും അവരുടെ ജോലിയും അദ്ദേഹത്തിന്റെ ടെൻഷനും പ്രയാസവുമായിട്ട് ഇല്ലാത്ത അസുഖം ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് പ്രായപൂർത്തിയായ ഉടനെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ കഴിച്ചവരൊക്കെ സന്തോഷത്തില. അങ്ങനെ കഴിച്ചവരൊക്കെ 50 വയസ്സാകുമ്പോൾ മക്കൾ സമ്പാദിക്കാൻ തുടങ്ങി, കുടുംബം നോക്കാൻ തുടങ്ങി, ജീവിതം സന്തോഷത്തിലായി. 30-40 വയസ്സായി കല്യാണം കഴിച്ചവരോ ഇപ്പോഴും കിടന്ന് ഇറങ്ങരാകെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പ്രഷർ വേറെ, ഷുഗർ വേറെ, ആ ജോലിയില്ല, ഈ കച്ചവടമില്ല, ആകെ ടെൻഷനില്ല. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളൊന്നും വെറുതെ തമാശയില്ല, അതിൽ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യുവതി 30 വയസ്സ് വരെ വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോ അവരുടെ മനുഷ്യരല്ലേ, അവരുടെ വിചാരങ്ങളും ചിന്തകളും നോട്ടങ്ങളും എല്ലാം അത്ര വർഷം ഹറാമിയത്തിലേക്ക് എത്ര നിയന്ത്രിച്ചാലും കാണുന്നതെല്ലാം ഹറാമിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുറ്റങ്ങളെല്ലാം വന്നു ചേരുന്നു, അല്ലെ? അതുകൊണ്ട് അങ്ങനെ ശാസ്ത്രീയമായും ആത്മീയമായും പറഞ്ഞാൽ യുവത്വത്തിൽ വിവാഹം കഴിക്കണം. അത് ആത്മീയമായും ബൗദ്ധികമായും ഗുണമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു വരുന്ന വിവാഹം വേണ്ട എന്ന ഇത്തരം വാദങ്ങള് അത് ചൂഷണങ്ങളാണെന്ന് മനസ്സിലാക്കാൻ, അതിനെ ഏറ്റെടുത്ത് ചുമന്നുകൊണ്ട് നടന്ന നാടുകൾ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ നാടുകളുടെ ഇന്നത്തെ അവസ്ഥ, വിവാഹ കുടുംബ സദാചാര നിഷേധം സ്വാതന്ത്ര്യമല്ല, അത് സർവനാശമാണ്. അത് സ്വതന്ത്രമാണ് എന്ന് വാദിച്ച ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കിന്നറിയാം. അവിടത്തെ സംഭവങ്ങളുമെല്ലാം നമ്മൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ സമൂഹ സംവിധാനമുള്ള തലമുറയുടെ നിലനിൽപ്പിന്റെ കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഉണ്ടായേ പറ്റൂ. കെട്ടുറപ്പുള്ള, സംസ്കാരമുള്ള, സ്നേഹമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല രാജ്യമുണ്ടാവുക, നല്ല സമൂഹം ഉണ്ടാവുക. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. സൂറത്ത് റൂമിന്റെ 21-ാമത്തെ ആയത്ത് പറയുകയാണ്, മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ, മനുഷ്യവർഗത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് സൃഷ്ടിച്ചുണ്ടാക്കി തങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വളരെ വലിയ ഗുണപാഠമുണ്ട്, വളരെ വലിയ അത്ഭുതങ്ങളുണ്ട്. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 2 കുട്ടികള്, ഒരു പിതാവിന്റെ ബീജത്തിൽ നിന്ന് 2 കുട്ടികൾ ആണും പെണ്ണുമായി പുറത്തേക്ക് ജനിച്ചു വരുമ്പോ അവരുടെ രൂപവും സംസ്കാരവും ടേസ്റ്റുകളും അഭിരുചികളും ചിന്താഗതികളും എല്ലാം വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ
അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. എന്തിനു വേണ്ടിയാണ് അറിയുമോ അങ്ങനെ നിങ്ങൾക്ക് നൽകിയത്? ആ ഇണയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു സമാധാനവും ശാന്തിയും കുടുംബജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ അത് ലൈംഗികമായ ബന്ധം മാത്രമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. അവരുടെ ആ സ്നേഹവും സാന്ത്വനവും പിന്തുണയും ആ ജീവിതം ഉണ്ടല്ലോ, അത് ആണ് പറഞ്ഞത് സക്കീനത്ത് എന്ന് പറയുന്നത്. ശാന്തതയുള്ള, സമാധാനമുള്ള, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാനും ഉപദേശിക്കാനും അത് സമാധാനിപ്പിക്കാനും ഷെയർ ചെയ്യാനുമുള്ള ആ ഒരു മനസ്സിൽ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമായി അല്ലാഹു സൃഷ്ടിച്ചു, അല്ലെ? അത് വലിയൊരു അത്ഭുതമാണ്. എന്നിട്ട് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹമാകുന്ന പ്രേമവും അനുരാഗവും അല്ലാഹു ഇട്ടുതന്നു. യുവത്വത്തിന്റെ ആ ദശകങ്ങളിൽ ഭാര്യയോട് ഭർത്താവിനോടുള്ള ആകർഷണീയതയും ആ സ്നേഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ഇട്ടു തന്നിരിക്കുന്നു. അത് ജീവിതത്തിന്റെ വലിയ ഒരു ഊർജ്ജമാണ്. അത് വറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം വിട്ടു തന്നിരിക്കുന്നു. ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഇണകൾ തമ്മിലുള്ള ആ സ്നേഹവും കാരുണ്യവും കൊണ്ട് ഇഷ്ടികൾക്കിടയിൽ കുമ്മായമിടുന്നത് പോലെ, സിമന്റ് ഇടുന്നത് പോലെ ഓരോ സന്ദർഭത്തിലും ആ സ്നേഹവും ആ കാരുണ്യവും അല്ലാഹു ഇഴചേർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ കുടുംബജീവിതം അല്ലാഹു സുബ്ഹാനഹു നൽകിയിരിക്കുന്നു. ഇതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വളരെ വലിയ ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് അങ്ങനെ ഒരു കുടുംബജീവിതം വേണ്ട. മൃഗങ്ങളെ പോലെ കേവലമായ ഒരു വികാര ജീവികളായി മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സ്നേഹമില്ല, യാതൊരു ഉത്തരവാദിത്വവുമില്ല, യാതൊരു ബാധ്യതകളുമില്ല, കടപ്പാടുമില്ല. അങ്ങനെ അങ്ങ് ജീവിക്കുക. ചോദിക്കാനും പറയാനും സ്നേഹിക്കാനും താങ്ങാനും തണലാകാനും ആരുമില്ലാത്ത അവസ്ഥ. അവസാനം പുഴുവിനെ പോലെ എവിടെയെങ്കിലും കിടന്നങ്ങ് നരകിച്ച് മരിക്കുക. ഈ അവസ്ഥയുടെ ചിന്ത അവസാനം വരെ ഉണ്ടാവുക. മക്കളുമില്ല, ഭാര്യയില്ല, പിന്നെന്താ ഉണ്ടാവുക? ഭർത്താവില്ല, മക്കളുമില്ല, പിന്നെന്താ അവസാനത്തെ ഉണ്ടാവുക? അല്ലെ? ഇന്ന് നോക്കൂ, ഇന്ന് സമൂഹത്തിൽ എത്ര തന്നെ പ്രയാസങ്ങൾ മറ്റു സമൂഹങ്ങളെ ബാധിച്ചതുപോലെ മുസ്ലിം സമൂഹത്തെയും ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് വൃദ്ധസദനങ്ങളിൽ എണ്ണമെടുത്താൽ മുസ്ലിം മാതാപിതാക്കൾ കുറവാണ്. മുമ്പ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, ഇപ്പൊ കുറവാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അത് വലിയൊരു അപകടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണത്? ഇസ്ലാം നൽകുന്ന കുടുംബ സംവിധാനവും ആ സംരക്ഷണവും ആ ഉത്തരവാദിത്തങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിക്കുന്നത്. അത് നേരം വൈകിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് എത്രയും വേഗം പ്രവേശിക്കണം. അതിന് കഴിയാത്തവർ, അതിന് കഴിയാത്ത ചെറുപ്പക്കാർ ബിരിയാണി അടിച്ച് നടക്കരുത്. 30 വയസ്സായിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വൈകാരിക തുടങ്ങിയ കാലം നോമ്പെടുക്കണം. ഒന്നിലും നോമ്പെടുക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം. രണ്ടാമതൊന്നും ചെയ്യണം. ബിരിയാണി അടിച്ച് നടക്കാൻ പറ്റൂല. മുസ്ലിം ആകണോ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നോമ്പെടുക്കണം. അത് അള്ളാന്റെ നിയമം. അത് വേണ്ടതാണ് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ അത് ഇസ്ലാമിൻ്റെതായ നിർദ്ദേശങ്ങളാണ്. റസൂൽ പറഞ്ഞു, നിങ്ങൾ ആർക്കതിന് കഴിയില്ലയോ അവൻ നോമ്പെടുക്കട്ടെ എന്ന്. അത് അവന്റെ മാനസികമായ കൺട്രോളിങ്ങിനും അതേപോലെ തന്നെ അവന് അതാണ് ഏറ്റവും വിശുദ്ധിക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം വേണ്ട ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഈ ജീവിതത്തോടു കൂടി എല്ലാം കഴിഞ്ഞു എന്നൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞ അങ്ങനെയല്ല. ഈ ജീവിതത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അവിടെ ജീവിതത്തിന്റെ കണക്കെടുപ്പുണ്ടാവും, എല്ലാ നന്മകളും തിന്മകളും വിചാരണയുണ്ടാവും എന്നുള്ള വിശ്വാസമാണ്, പരലോക വിശ്വാസമാണ് കുടുംബജീവിതത്തിന് നല്ല ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയ്ക്കും സംരക്ഷണത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും അല്ലാഹു നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ. അത് പരലോക വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്നത്.
ഈ ധീരത മുസ്ലിങ്ങൾക്കുണ്ടാവുന്നത്, ഈ ക്ഷമയും സമാധാനവും മുസ്ലിങ്ങൾക്കുണ്ടാവുന്നത് പരലോക വിശ്വാസം അവരുടെ മനസ്സിൽ ഉറച്ചിട്ടുള്ളത് കൊണ്ടാണ്. അത് എവിടെയെല്ലാം കുറയുന്നുവോ അവിടെയെല്ലാം പ്രശ്നങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ യഥാർത്ഥ സംസ്കാരത്തിൽ ചര്യയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ സമൂഹത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് പരിപൂർണ്ണ മുസ്ലിമായി മാത്രം വിടകൊള്ളണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തം തുടങ്ങുമ്പോൾ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വന്നത് പുരോഗമനം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതെയും കണ്ടതെല്ലാം ആസ്വദിച്ചും അങ്ങനെ ജീവിക്കില്ല. ഇസ്ലാമിന് കൃത്യമായ ഒരു സംസ്കാരവും ഒരു നിയമവും ഒരു രീതിയുമുണ്ട്. അതുകൊണ്ട് നന്മയെ ഉണ്ടായിട്ടുള്ളൂ, യാതൊരു തിന്മയുമില്ല. എന്നാൽ ഇന്ന് എടുത്തു നോക്കുമ്പോൾ ഏതൊരു തിന്മയുടെ മുമ്പിലേക്കും കൂടുതൽ കുതിച്ചു ചാടുന്ന മുസ്ലിം യുവാക്കളും യുവതികളുമാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ദീന് മനസ്സിലാക്കി കൊടുക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിനും അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. 1989 തുടങ്ങിയത്. 500 കോടി ജനങ്ങൾ ലോകത്തായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായി. അത് പറഞ്ഞ് ഇനിയിപ്പോ ഭക്ഷണം ഇല്ലാതാവും, ദാരിദ്ര്യമാവും, ഇനി ഭൂമി അങ്ങനാവും ഇങ്ങനാവും, അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ UN പ്രമേയം പാസാക്കുകയും എല്ലാ രാജ്യങ്ങളും അതിൽ പല നടപടികളും എടുക്കുകയും ചെയ്തു, അല്ലെ? അങ്ങനെ ആദ്യം പറഞ്ഞു നമ്മൾ 2 ആളാണ്, നമുക്ക് 2 ആൾ മതി, 2 ആൾക്ക് ഓരോന്ന് മതി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ചില രാജ്യങ്ങൾ പറഞ്ഞു നാം 1 നമുക്കൊന്ന് മതി. 1 ചിൽഡ്രൻ സ്കീം ആരംഭിച്ചു. നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ അതിന്റെ ആളുകളാണ്, അവരൊക്കെ തുടങ്ങി. അങ്ങനെ അവസാനം എന്തായി? 2005 ആകുമ്പോഴേക്കും ആ നാടുകളിൽ ചെറുപ്പക്കാർ കുറയുകയും വയസ്സന്മാർ കൂടുകയും ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും യുവാക്കളുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു. അപ്പോൾ യുവാക്കൾ കുറഞ്ഞ വൃദ്ധന്മാർ മാത്രമുള്ള രാജ്യങ്ങളായി മാറിയപ്പോൾ അടവൊന്ന് മാറ്റി. എന്നിട്ട് പറഞ്ഞു കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സമ്മാനമുണ്ട്. നേരെ തിരിച്ചു. 17 മുതൽ 23 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥിനികൾ ഗർഭം ധരിച്ചാൽ അവർക്ക് 1 ലക്ഷം രൂപ, അവർ പ്രസവിച്ചാൽ 10 ലക്ഷം രൂപ. അങ്ങനെ 1ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നതിനൊക്കെ ഓരോ സംഖ്യ വെച്ച് ഇങ്ങനെ കൂടുതൽ തരാം. അങ്ങനെ സ്കീം പ്രഖ്യാപിക്കുന്ന ഒരു ഗതികളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം അത് എന്നും ഒരേ നിലപാടിനാണ്. കാരണം അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബയിൽ എങ്ങനെ കേൾക്കുന്ന ഒരു ആയത്തില്ലേ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഓ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച ഒരേ ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങളെ ഭയപ്പെടണേ, അല്ലെ? ഇത്രയും വലിയ ഭൂമിയിൽ ആദം നബി മാത്രമുള്ളൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? പിന്നെ ഹവ്വ ബീവി വന്നു, അല്ലെ? പിന്നീട് അങ്ങനെ 10, 100, 500, 600 അങ്ങനെ 800 കോടിയിലേക്ക് മനുഷ്യനെത്തി. ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള മനുഷ്യന്മാരൊക്കെ അവിടെ എല്ലാം ഖബറിലാണ്, മണ്ണിന്റെ അടിയിലാണ്. ഈസാ നബി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഈസാ അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു ജനങ്ങൾ അവിടെ, അവരും മണ്ണിന്റെ അടിയിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് ജീവനുള്ള ഏറെ 90, 95 വയസ്സായ ആളെന്ന് ഏറ്റവും വയസ്സായ ആള്, അതുപോലുള്ള ആൾക്കാരൊക്കെ അവിടെ പോയി, അവരും മണ്ണിന്റെ അടിയിലാണ്. അപ്പൊ ജനസംഖ്യ നിയന്ത്രിക്കുന്നവൻ പടച്ചവനാണ്, നമ്മൾ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹു തന്നെ പറഞ്ഞെന്താണ്? നിങ്ങൾ വിവാഹം കഴിച്ച് ധാരാളം സന്താനങ്ങൾ ഉണ്ടാവണമെന്നാണ്.
അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സൃഷ്ടാവായ നാഥന്റെ ആ പ്രഖ്യാപനമാണ് ശരിയായത്. അതുകൊണ്ട് സന്താനങ്ങളെ കൊല്ലാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നിട്ട് ആളുകൾ കൊല്ലുന്നു. മക്കളെ പഠിപ്പിക്കണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതുകൊണ്ട് 2 മതി 1 മതി എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്. നിങ്ങൾ പട്ടിണി ഭയന്നുകൊണ്ട് നിങ്ങളെ മക്കളെ കൊല്ലാൻ പാടില്ല. നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നവൻ ഞാനാണ്. ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറ. തീർച്ചയായും മക്കളെ കൊല്ലുന്നത് വളരെ വലിയ പാപമാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുക. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളിൽ ഭ്രൂണഹത്യ വർദ്ധിക്കുന്നതായി കണക്കുകൾ വരും. അപ്പോൾ അത്തരം രീതിയിലേക്ക് പോകരുത്. അത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. വഇദൽ മഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അതേ ചോരക്കുഞ്ഞ് ആ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം അള്ളാഹു ചോദിക്കും, നിന്നെ എന്തിനാണ് കൊന്നുകളഞ്ഞത് എന്ന് റബ്ബ് ചോദിക്കുന്ന മാതാപിതാക്കളെ പ്രതിക്കൂട്ടുന്ന സമയമുണ്ട്. ആരെങ്കിലും അങ്ങനെ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് കരഞ്ഞ് തൗബ ചെയ്തു. ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ള കാര്യമല്ല. അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, അവനാണ് ആഹാരം നൽകുന്നവൻ. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയും അവന്റെ ദീനുമാണ് എക്കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ളത് എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനും അത് പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي حلقنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.